ആ ചേട്ടാ ഒരു കയറുണ്ട്, പ്ലാസ്റ്റിക് കയറാ. എന്താ സാറേ, വല്ല പിടികിട്ടാപ്പള്ളിയോ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കെട്ടിയിടാൻ വേണ്ടിയിട്ടാ? അല്ല, അതിനല്ല, വേറെ അതിലും പ്രധാനപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് സംഭവം, മറ്റൊന്നുമല്ല. കയറിന് ചോദിച്ചപ്പോൾ നമ്മുടെ കടക്കാരൻ ചോദിച്ചത് പിടികിട്ടാപ്പള്ളികളെ പിടിച്ചിട്ട് കെട്ടിയിടാനോ മറ്റോ ആണോന്നാണ്. അതിലും വലിയ കാര്യത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു കയർ വാങ്ങിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അതായത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മൾ പോലീസുകാർ. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് ചില വീഴ്ചകൾ വരാറുണ്ട്, അത് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളത് മോശമായിട്ടുള്ള പെരുമാറ്റം വരാറുണ്ട്, അതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ജോലി എന്ന് പറയുന്നത് പൊതുജനത്തെ സേവിക്കുക എന്നുള്ളത്. കാരണം അവരുടെ നികുതി അടക്കുന്ന കാശിൽ നിന്നാണ് നമുക്ക് ശമ്പളം തരുന്നത്. അപ്പോൾ അവരോടുള്ള 100% കൂറ് നമുക്കുണ്ട്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, രാപ്പകലില്ല നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ചില നമ്മുടെ വാഹനങ്ങൾ, പോലീസ് ജീപ്പുകൾ അവസ്ഥ വളരെ ദയനീയമാണ്. എല്ലാ വാഹനത്തിലും എന്നല്ല, ചില നമ്മുടെ ഒരു എസ്കോട്ട് പോകുന്ന വാഹനങ്ങൾ, അതുപോലെ നമ്മൾ പോലീസുകാർ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ പറയും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരികയാണ്, ഇന്നൊരു സ്ഥലത്ത് ഒരു സംഘർഷം നടക്കുന്നുണ്ട്, പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്ത് പോകണം. പക്ഷേ നമ്മൾ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിലുള്ള വണ്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എല്ലെന്നും പറയുന്നില്ല, ഒട്ടുമിക്കതും. അതായത് വണ്ടിയുടെ ഒന്നുകിൽ ബാക്ക് ഭാഗം പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പല കാറിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ഇതുപോലുള്ള കയറുകൾ കൊണ്ട് കെട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മറ്റൊന്നല്ല, നമ്മുടെ ജീവൻ, അതായത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന നമ്മളല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവന് സംരക്ഷണം നൽകാൻ പോകുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരനായ പോലീസുകാരുടെ ജീവിതം ഒന്ന് നോക്കണം. കാരണം ഒന്ന് പാളിപ്പോയാൽ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അതുകൊണ്ട് ഒറ്റ കാര്യം പറയുകയാണ്, അതൊരു കോൾ വെയിറ്റ്. ഹലോ, ഓക്കെ നോക്കാം, ഓക്കെ വൈഫാണ് പെട്ടെന്ന് വരണമെന്നുള്ള കാര്യം. നമ്മുടെ അവസ്ഥയല്ലേ, വീട്ടിലെത്തിയാൽ എത്തിപ്പോയാൽ പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒറ്റ കാര്യമാണ് അധികൃതരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. അതായത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഇടപെടുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരനായ പോലീസുകാർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ 100% കണ്ടീഷനുള്ള വാഹനങ്ങൾ തരണം. അതുപോലെ തന്നെ അല്ലാതെ പഴക്കം ചെന്ന കാലഹരണപ്പെട്ടുപോയ വാഹനങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് അതായത് വലിയ മന്ത്രിമാരൊക്കെ പോകുന്ന ആഡംബര വാഹനങ്ങൾ വേണമെന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് യാത്ര ചെയ്യാനും മറ്റുള്ള കാര്യത്തിന് പോകാനുള്ള ഒരു സൗകര്യമുള്ള ഒട്ടും മോശമാകാത്ത വാഹനങ്ങളുണ്ടെങ്കിൽ നമുക്കും ധൈര്യത്തോടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. എത്തിപ്പെടാനുള്ള സമയത്ത് കൃത്യമായിട്ട് 10-15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. ഇല്ലാതെ ഇങ്ങനെ ചരവരായിട്ടുള്ള വണ്ടിയാണെങ്കിൽ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയാണ്, നമ്മുടെ ജീവനെങ്കിലും ചെറിയൊരു വില കൽപ്പിക്കണം. പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. ഡ്യൂട്ടിയുടെ സമയം ഇന്ന് പോട്ടെ, കാണാം, ശരി.